ഹലോ മോനെ, പ്രിയങ്കി തിരക്കി പോയോ? കണ്ടിരുന്നു അവളെ? ഞാൻ പോയിരുന്നു മുത്തശ്ശി. അവന്മാര് ആ നാടോടികള് കുറച്ച് കുഴപ്പക്കാരാ. ഇന്ന് ഞങ്ങൾക്ക് തിരിച്ചു പോരേണ്ടി വന്നു. മോനെ, അവൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. മുത്തശ്ശിക്ക് യാതൊരു സംശയവുമില്ല. അവരുടെ പെരുമാറ്റവും ബഹളമൊക്കെ കണ്ടപ്പോൾ എനിക്കും ചെറിയ സംശയം തോന്നിയിരുന്നു. എന്തായാലും മുത്തശ്ശി പേടിക്കണ്ട, അവരെങ്ങനെ പൂട്ടേണ്ടതെന്ന് എനിക്കറിയാം. പ്രിയങ്ക അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പ്രിയങ്കയെ മുത്തശ്ശിയുടെ മുന്നിൽ എത്തിച്ചിരിക്കും. ഇത് ഞാൻ തരുന്ന ഉറപ്പാ. അത് മതി. ആദ്യം പ്രിയങ്ക അവരുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ചന്ദ്രശേഖരനെ ജയിലിൽ നിന്ന് ഇറക്കണം. എന്നിട്ട് എല്ലാവരും കൂടി നിരന്ന് നിന്ന് ശത്രുക്കളെ ഓരോരുത്തരെയായിട്ട് ഇല്ലായ്മ ചെയ്യണം. ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുത്. എന്റെ മോള് പോയതി പിന്നെ ഒരു ഭ്രാന്തിയുടെ വേഷത്തില ഞാൻ നടക്കുന്നേ. എന്റെ ചുറ്റും വന്നിരുന്ന് ഓരോരുത്തർ പരിഹസിക്കുന്നതൊക്കെ മുത്തശ്ശി ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുക. ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും. മുത്തശ്ശി ധൈര്യമായിരുന്നോ? അധികം താമസമൊന്നും ഉണ്ടാവില്ല. പ്രിയങ്ക നമ്മുടെ കൂടെ വന്നിരിക്കും. എന്നാ മോൻ ഫോൺ വെച്ചോ. എനിക്ക് ഇവിടെ നിന്ന് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റില്ല. വിലക്ക. നേരെ ഒരുപാടായി ദേവേട്ട, കിടന്നാലോ? അമ്മ ഉറങ്ങിണ്ടാവോ? ഞാൻ ഉറങ്ങിയിട്ടില്ല. വാതിലും ജനലും വായു കടക്കാനുള്ള സകല മാർഗങ്ങളും അടച്ചിട്ടുണ്ടല്ലോ. രണ്ടുപേരും പോയി കിടന്നോ. ഞാൻ എങ്ങോട്ടും ഇറങ്ങിപ്പോവാൻ പോകുന്നില്ല. അമ്മ ഞങ്ങളെ വെല്ലുവിളിക്കൊന്നും വേണ്ട. അമ്മയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. എന്റെ സുരക്ഷിതത്വം എപ്പോഴാണെന്ന് അറിയോ നിനക്ക്? എന്റെ പ്രിയങ്ക മോള് തിരിച്ചെത്തുമ്പോ. അത് സുകുമാരിയുടെ ഭ്രാന്തായിട്ട് നിനക്ക് തോന്നും. പക്ഷെ ഇത് നീ എഴുതി വെച്ചോ ദേവാ. എന്റെ മോള് വരാറായി. അതിനധികം താമസമൊന്നുമില്ല. അവൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടാ എല്ലാത്തിനും ഒരു കലാശക്കളി നടക്കാൻ പോന്നേ. അമ്മയുടെ അസുഖത്തിന്റെ അവസ്ഥ മാറി മാറി വരിക. ഇതിപ്പോ കുറയാനുള്ളതാണോ കൂടാനുള്ളതാണോ ഒരു പിടുത്തമില്ല. എന്തായാലും നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. വാതിലുകളെല്ലാം പൂട്ടിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് എണീറ്റ് നോക്കണം. ഇപ്പോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള വാസനയുള്ളൂ. സ്വയം ഉപദ്രവിക്കാൻ വല്ലതും തുടങ്ങിയാലോ? അങ്ങനെയും ചെയ്യാറുണ്ടല്ലോ മാനസിക സുഖമില്ലാത്തവര്. വന്ന് കിടക്ക്.